നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 55 ലക്ഷം വരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. 6 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി ബോർഡിന്റെ സഹായവും ലഭിക്കുന്നുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ സ്കീം, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമുകളുണ്ട്. ഇനി അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസ സഹായം, ഇതോടൊപ്പം തന്നെയാണ് വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും പ്രതിമാസം 1600 രൂപ വീതം നൽകുന്നത്. സർക്കാർ 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസങ്ങളിലും ആനുകൂല്യം നൽകുന്നുണ്ട്. ഈ തുകയിൽ വർധനമുണ്ടാകുമെന്നുള്ള പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന വാഗ്ദാനം തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമെന്നും അത് പടിപടിയായി ഉയർത്തി 2500 രൂപ വരെ ആക്കുമെന്നുമായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിന് ചെറിയ മങ്ങലേൽപ്പിച്ചു. എങ്കിൽ പോലും ആനുകൂല്യത്തിൽ തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 1600 രൂപയിൽ 100 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തിയേക്കുമെന്നാണ് ഏറ്റവും പ്രധാന അറിയിപ്പ് വരുന്നത്. സംസ്ഥാന ബഡ്ജറ്റിന് ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ജനുവരി ഒടുവിലോടെയോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലോ സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടാകും. ഇതിലായിരിക്കും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തുക. ഏറ്റവും കുറഞ്ഞത് 100 രൂപയുടെ വർധനവാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ വരുന്ന വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയൊരു സഹായം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത്. ഇനി അത് മാത്രമല്ല, പെൻഷൻ വാങ്ങുന്നവരിൽ ഒരുപാട് അനർഹർ കയറിക്കൂടിയത്. സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് ലഭിക്കുന്ന പെൻഷൻ കൂടി കട്ടെടുത്തതോടുകൂടി സർക്കാരിന് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ പുതിയ പരിശോധനാ രീതികൾക്ക് 2025 മുതൽ തുടക്കം കുറിക്കുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞതനുസരിച്ച് കൈകളിൽ തുക സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഇനി എല്ലാ മാസങ്ങളിലും മസ്റ്ററിംഗ് എന്ന് പറയുന്ന ക്രമീകരണം ഉണ്ടാകും. അതൊരു ഫേസ് മസ്റ്ററിംഗ് രീതിയായിരിക്കും. സഹകരണ സംഘത്തിലെ ജീവനക്കാർ നമ്മുടെ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫേസ് ഒത്തൻറ്റിക്കേഷൻ ആപ്ലിക്കേഷനിലൂടെ ഒരു മസ്റ്ററിംഗ് നടത്തുന്ന രീതിയായിരിക്കും. നമ്മൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റൊരിടത്ത് പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കൈകളിൽ സ്വീകരിക്കുന്നവർക്കായിരിക്കും ഈ ഫേസ് മസ്റ്ററിംഗ് ബാധകമാകുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം അർഹതപ്പെട്ടവരുടെ കൈകളിലാണ് എത്തിച്ചേരുന്നത് എന്ന് സർക്കാരിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ പുതിയ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ട് വരും. നിലവിൽ തീയതി സർക്കാർ അതിൻ്റെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ സാക്ഷ്യപത്രം ഹാജരാക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ്. അതായത് അവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രേഖകൾ ഹാജരാക്കണം. അത് 2024 ഡിസംബർ 30 തീയതി വരെയൊക്കെയാണ് ചില പഞ്ചായത്തിൽ സമയമുള്ളത്. ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളൊക്കെ ജനുവരി മാസത്തിനുള്ളിൽ തന്നെ ഇത് കൊടുക്കണമെന്നൊക്കെ അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കാര്യം നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. തീയതി ആയിട്ടില്ല എങ്കിലും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വരുമാനമില്ലോ എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ വരുമാനം കണക്കാക്കുന്നത് നമ്മളുടെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള ഒരു ആസ്തിയാണ്. അതോടൊപ്പം തന്നെ വിവാഹിതരാകാത്ത മക്കളുടെ വരുമാനം ഉൾപ്പെടെ ഇതിലേക്ക് ചേർത്താണ് വാർഷിക വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് ഇപ്പോൾ വീഡിയോ വഴി ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഒന്ന് എത്തിക്കുക. 2025 മുതൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നിരവധി മാറ്റങ്ങളാണുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തീയതികൾ, ഓരോ സാക്ഷ്യപത്രങ്ങൾ അല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കേണ്ട തീയതികളെല്ലാം നമ്മുടെ ചാനൽ വഴി തന്നെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.